സി ബി എൻ അസ്കർ ഇവിടെ അവിടെയുള്ള നിയമലംഘനം ഇപ്പം ഞാൻ അവിടെ മാതൃഭൂമി എൻ്റെ മാധ്യമപ്രവർത്തന കാലയളവിൽ അതിന് തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിൽ താമസിച്ച ആളാണ്. 8 വർഷം, നീണ്ട 8 വർഷക്കാലത്തോളം എല്ലാ ദിവസവും ആ വഴി മാത്രം എനിക്ക് ഓഫീസിലേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. വലിയ തിരക്കുള്ള റോഡാണ്. അവിടെ അത് കോടതിക്ക് മുന്നിലാണ്. പോലീസ് സ്റ്റേഷൻ അവിടെയുണ്ട്, അവിടെ ജനറൽ ഹോസ്പിറ്റലുണ്ട്, അവിടെ മെഡിക്കൽ കോളേജുണ്ട്, ആ റോഡിൻ്റെ അറ്റത്ത് കോട്ടൺ ഹിൽ സ്കൂളുണ്ട്, അതിനപ്പുറത്ത് വേറൊരു ബോയ്സ് സ്കൂളുണ്ട്, അതിനപ്പുറത്ത് കണ്ണാശുപത്രിയുണ്ട്. ഒരുപാട് പാവങ്ങൾ, സാധാരണ മനുഷ്യർ, സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന റോഡാണ്. ആ റോഡ് പകുതി കെട്ടിയടച്ച് സമ്മേളനം നടത്തുന്നു. കോടതി പിടിച്ചപ്പോഴെങ്കിലും ജോയ് പറഞ്ഞു ചെറിയ പിഴവ് സംഭവിച്ചു, തിരുത്തുന്നു. അതിനുശേഷവും വിജയരാഘവൻ പറയുന്നത് വഞ്ചൂരെ കാര്യമാണെങ്കിൽ പാർട്ടി പറഞ്ഞു കൊടുക്കേണ്ട വിജയരാഘവ, ആ പോകുന്ന മനുഷ്യർ സാധാരണക്കാരാണ്, അല്ലാതെ വിജയരാഘവൻ പറയുന്ന പോലെ അമ്മായിയമ്മയ്ക്ക് വായുഗുളിക വാങ്ങിക്കാൻ പോകുന്നവരല്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? തിരുത്തണ്ട ഇനിയെങ്കിലും. ഹസ്കർ ഹാഷ്മി, ഇതിൽ കാണേണ്ടത് വഞ്ചൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വഞ്ചൂർ ഏരിയ സമ്മേളനത്തിൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ആ ഏരിയ കമ്മിറ്റിയുടെ അധികാരപരിധി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയിടവും അവിടെ ഒരു പൊതുസമ്മേളനം നടത്തുന്നതിൻ്റെ ആവശ്യകതയുണ്ട് എങ്കിൽ പോലും ഒരു മൈതാനം കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ലഭിക്കുന്നൊരു സാഹചര്യമില്ല. പാർട്ടി സമ്മേളനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിമർശനങ്ങൾ വലിയ തോതിൽ നിങ്ങൾ ഉയർത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടിയുടെ സമ്മേളനം നടത്തുക, തിരുവനന്തപുരത്ത് ഒരു ഏരിയ സമ്മേളനം നടത്താൻ മറ്റു സ്ഥലമൊന്നും കിട്ടില്ലെന്ന് പറയല്ലേ? അങ്ങനല്ല, തിരുവനന്തപുരത്തല്ല, വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സമ്മേളനം നടക്കുന്നിടത്ത് ഒരു പൊതുസമ്മേളനം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥല പരിമിതിയുള്ള ഒരു സ്ഥലം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അങ്ങനെ ഒരു മൈതാനമോ ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ അധികാരപരിധി എന്നൊക്കെ പറയുന്ന മട്ടിൽ വഞ്ചിയൂർ എന്താണ് പാർട്ടി ഓഫീസ് പരിധിയിൽ തന്നെ ഏരിയ പരിധിയിൽ തന്നെ നടത്തണം. അപ്പൊ അതിന് സ്ഥലം കണ്ടെത്തണം. അതെന്തിനാണ് ജനങ്ങളുടെ തലയിൽ മണ്ടക്കി വെക്കുന്നത്? ശ്രീ അസ്കർ, പോട്ടെ, നിങ്ങൾ നടത്തി, നിങ്ങൾ ആ രാഷ്ട്രം കാണിച്ചു, അത് കോടതി ജപിക്ക് പിടിച്ചില്ലേ? ഇന്ന് ആവർത്തിക്കാവോ പി ബി അംഗം? അല്ല അങ്ങനല്ല ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. ഒന്ന്, പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 കൊല്ലത്തിലൊരിക്കൽ സമ്മേളനം കൂടുകയും ആ സമ്മേളനത്തിൽ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് പൊതുസമ്മേളനം എന്ന ആശയം പാർട്ടി നടത്തുന്നത്. അപ്പോൾ ആ പൊതുസമ്മേളനത്തിൽ സ്വാഭാവികമായി നമുക്ക് മറ്റൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി തീർക്കാൻ കഴിയുന്ന ഒന്നല്ല. ഒരുപക്ഷെ അങ്ങനെ പൊതുസമ്മേളനം നടത്തി അതൊരു പിശകായിരുന്നു. വഞ്ചൂർ ഏരിയ നടത്തിയിട്ടുള്ളത് പിശക് തന്നെയാണ്. അല്ല, അത് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ പലയാവർത്തി പറഞ്ഞിട്ടും ഇവിടെ ആ പ്രധാനപ്പെട്ട റോഡ് പകുതി അടച്ചു കെട്ടി തലേദിവസം മുതൽ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി, അന്ന് രാത്രി മൊത്തം അവിടെ KPSCയുടെ നാടകവും കളിച്ച് ജനത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തി, അതിന് പോലീസുകാർ ഓശാന പാടി ഒത്താശ ചെയ്ത് കൊടുത്തിട്ട് പരമമായ നിയമലംഘനം നടത്തിയിട്ട് പിന്നെയും ന്യായീകരിക്കലാണോ? അങ്ങടക്കം അങ്ങയുടെ പാർട്ടി PB അംഗം വിജയരാഘവൻ അടക്കം. കഷ്ടമല്ലേ ഹസ്കർ? അങ്ങനല്ല, ഒരു തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ആവില്ല. കാരണം അത് തെറ്റു തന്നെയായിരുന്നു, അത് നിയമവിരുദ്ധവും നിയമലംഘനവും തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ആ നിയമലംഘനം തുടർന്ന് തെറ്റു പറ്റിയത് ഏറ്റുപറയുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ളത് ആണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. പക്ഷെ മറിച്ച് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചിലരും കൂടി ചേർന്നിട്ട് ഏതു തെറ്റിനെയും വക്രീകരിച്ച് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരികയും എങ്ങനെയൊക്കെ CPM വിരുദ്ധത പ്രചരിപ്പിക്കാമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന CPM നേതാക്കന്മാർ വളരെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കാൻ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് സഖാവ് വിജയരാഘവൻ്റെ പ്രസംഗമെന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ളത് ദുർബല ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുകയും അതിനെ സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ചും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും വർത്തമാനം പറയുകയാണ്. പാർട്ടിയുടെ ഉത്തരവാദിത്വം ഇടപാടുള്ള EP ജയരാജനുള്ളപ്പോൾ എന്തിനാണെന്ന് ഇപ്പോഴും അറിയില്ല. എന്തിനാണ് ഈ പറയുന്ന കരിമണൽ മുതലാളി മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത ഇത്രയും കോടികൾ എന്ന കാര്യം ഇപ്പോഴും ആർക്കും അറിയില്ല. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പാവങ്ങളാര് പണക്കാരാര് എന്ന വിഷയം അവിടെ നിൽക്കട്ടെ. ശ്രീ ഹസ്കറുടെ പ്രശ്നം എന്താണ്? ഹസ്കർ ഇവിടെ പ്രശ്നം പരമമായ നിയമലംഘനം നടത്തി, അത് കോടതി കണ്ടുപിടിച്ചു, കോടതി ഇടപെട്ടു, SHOയെ അടക്കം നിർത്തിപ്പൊരിച്ചു, DGPയോട് വിശദീകരണം ആരാഞ്ഞു. ഇത്രയും കോടതി ഇടപെട്ട വിഷയത്തിൽ വിജയരാഘവൻ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തിനാ കാർ ഇറങ്ങി നടന്നുകൂടെ, പണ്ട് നമ്മൾ കാറിലല്ലേ പോയത് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ഞങ്ങൾ ഇനിയും തോന്നിയെടുത്ത് തോന്നിയ പോലെ വഴിയടച്ച് സമ്മേളനം നടത്തും, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു ഓടാ എന്നാ പറഞ്ഞതിന് മലയാളം. ശ്രീ അസ്കർ, അങ്ങനല്ല ഹാഷ്മി, അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം
വിജയരാഘവൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയുന്നു. വിജയരാഘവൻ അധികം പ്രസംഗം നടത്തി അല്ലെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് എന്നൊരു തോന്നലിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് പറ്റുന്ന തെറ്റുകളെ ഏറ്റുപറയുകയും ആ തെറ്റുകൾ തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഹൃദയവിശാലത ഉണ്ടാവുകയും ചെയ്യുകയാണെന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മൂല്യമായി ജനങ്ങൾ കാണുക. അങ്ങനെ തെറ്റു തിരുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ പലപ്പോഴും CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പലതിനെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം തെറ്റു തിരുത്തലിന് പലപ്പോഴും വൈമുഖ്യം കാണിക്കുന്നു എന്നാണ് വർത്തമാനകാല യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളത്. വർത്തമാനകാല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് പറ്റുന്ന തെറ്റുകൾ അല്ലെങ്കിൽ പാർട്ടിക്ക് പറ്റുന്ന തെറ്റുകൾ ജനങ്ങളുമായി തുറന്നു പറയുന്നതിന് ഏതോ തരത്തിൽ അവർ ദുശാഠ്യം പിടിക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു ദുശാഠ്യത്തിൻ്റെ തുടർച്ചയായി മാത്രമേ വിജയരാഘവൻ്റെ പ്രസംഗത്തെ നിങ്ങൾ കാണേണ്ടതുള്ളൂ. അല്ലാതെ തെറ്റ് ചെയ്തതിനെ ന്യായീകരിച്ചതുകൊണ്ടോ മാത്രമല്ല ഒരു സാമൂഹിക വിഷയം കൂടി അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആളുകൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റോഡുകളുടെ വികസനത്തെ സംബന്ധിച്ചുമൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനങ്ങൾ നേടുകയും ആ ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. അവിടെ ഏതു വീടിലും ഒന്നിലധികം കാറുകളുള്ള ആളുകൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ പോലും ഈ വാഹനങ്ങൾ ഇങ്ങനെ നിരത്തിലേക്ക് ഇറക്കുന്നതിന് ആവശ്യമായ രാത്രി വരെ ഉണ്ട്. എനിക്ക് ഇടവേള പോകണം, ഞാൻ എത്താം ഭാസ്കർ. അന്ന് രാത്രി മുഴുവനുണ്ട്. അന്ന് രാത്രിയും ഉണ്ടായിരുന്നു. രാവിലെ നീണ്ട ഒരുപക്ഷെ ഒരു ദിവസം മൊത്തത്തിൽ നാടിനെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ, അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിച്ച ആ പരിപാടി നടത്തിയിട്ട് അവിടെ വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നങ്ങൾക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ ഗതാഗത പ്രശ്നം? ആ ഗതാഗത പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അവിടെ ഈ റോഡ് അടച്ചു കെട്ടി സമ്മേളനം നടത്തിയതുകൊണ്ടല്ല, വണ്ടികൾ റോഡിൽ ഇറങ്ങിയത് കൊണ്ടാണ്.